ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഈ പാതിരാത്രി കുറ്റിയും പറിച്ച് എങ്ങോട്ടാണല്ലേ, നമ്മൾ പുഷ്പ 2വിന്റെ ഫസ്റ്റ് ഷോ കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രാത്രി 12:15 ഇവിടെ ഷോ വരുന്നത്, ആദ്യത്തെ ഷോ. അപ്പോൾ ഞാനും സാറാക്കുട്ടി ട്രോളാണ് കേട്ടോ. അതെ, രഞ്ജുബായും നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചിന്നും ജസ്റ്റിനും ഇവിടുന്ന് നമ്മളോട് ജോയിൻ ആവും, അതുപോലെ തന്നെ ജീസും മെജോയും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് കേട്ടോ. നമ്മളിപ്പോൾ മെഗാമാളിലാണ്, കറക്റ്റ് മെഗാമാളിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി മെഗാമാളിൽ കയറിയിട്ട് അവരൊക്കെ കണ്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പുഷ്പ 2 കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് റിവ്യൂ എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ താ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പോയ ടൈമിൽ തന്നെ നമ്മൾ 2-3 സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാലിയായിട്ട്, ബാക്കി എല്ലാം ഫുള്ളാണ് കേട്ടോ. അപ്പം ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ വന്ന് കയറി ഇരുന്നിട്ടുണ്ട്. പിന്നെ നാളത്തെ രാവിലത്തെ ഷോയൊക്കെ ഫുൾ ഹൗസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കറക്റ്റ് അടിപൊളി ജെനുവിനായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തിയേറ്ററിലിരുന്നു. അപ്പം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം ഉണ്ട് കേട്ടോ, സിനിമയുടെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ചില സമയത്ത് നമുക്ക് മലയാളികൾക്ക് ദഹിക്കാൻ പറ്റാത്ത കുറച്ച് ഈ ഇടിപിടിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം അത് തെലുങ്കുകാർക്കൊക്കെ അടിപൊളി മൂവി ആയിരിക്കും കേട്ടോ, ആയിരിക്കും, മാസമായിരിക്കും കേട്ടോ. അപ്പം നമുക്കതങ്ങോട്ട് ചിലപ്പോൾ ഒരു ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒഴിച്ചു വെച്ചാൽ പൊളിപ്പടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫ് ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ആ ഒരു ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുള്ള ഭാഗം വരുന്ന സമയത്താണ് അവിടെ ഇവിടെ നമുക്കൊന്ന് അയ്യോ ഇത് ഇത്രയും വേണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം ഭയങ്കര ആളായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങിയ സമയത്ത് അവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കന്നഡയുടെയും തെലുങ്കിൻ്റെയും ടൈം കഴിഞ്ഞിട്ട് ആൾക്കാർ വാഷ്റൂമിലൊക്കെ പോകുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു, കാരണം അവർക്ക് പവർഫുൾ ആണല്ലോ. പിന്നെ നമ്മുടെ ഫഹദ് ഫാസിലും അതുപോലെ തന്നെ അല്ലു അർജുനൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഷോയിൽ തന്നെ പോയി കാണണം എന്നുള്ളൊരിതുണ്ട്. നമ്മൾ പോയി കണ്ടു, നല്ല മൂവി തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള അടിപിടികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് തിയേറ്റർ മൂവി തന്നെയാണ് കേട്ടോ, തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി മൂവി തന്നെയാണ്. പിന്നെ ഒരു തേർഡ് പാർട്ടൂടെ വരുന്നുണ്ടെന്നുള്ള ഒരു ഇതിലാണ് ഇതിവിടെ എൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വലിയ ലോജിക്കും കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഒരു അടിപൊളി മാസ് അങ്ങനത്തെ പെർഫോമൻസ് എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ പോയി 1 ടൈം കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.